2 രൂപ. തലയോ വാലോ? ആ അത് തന്നെ. തലക്കടിയടാ. വാലയിലൊന്നടി. 2 രൂപ. തലയോ വാലോ? നോക്കി വാല കടിക്കേ. 5 രൂപ. ഇവിടെ എന്തിനാ വന്നേ? അടിക്ക് ബോസ്. അടി ബോസാ? അച്ചോ ഇവൻ നമ്മുടെ ഫ്രണ്ടാ. അടി. തലയോ വാലോ? തലയെ തന്നെ അടിക്ക്. പോമച്ചു അടിച്ചു കലക്ക്. ഇവിടെ ഇന്ന് എന്ത് ചെയ്യുവാ? അന്ന് ക്യൂ തെറ്റിച്ചാൻ അടി ഉണ്ടാക്കിയാൻ അവിടെ വന്നിപ്പോണ്ട്. എന്താ പറയുന്നത്? ആ റോഡില് പിടിക്കണം. എടാ എന്താടാ ഇത്? മുടി ഇങ്ങനെ വെട്ടിയേ പോക്കിരിയെ പോലെ. പോയി മുട്ടടിക്കണം. ഉണ്ടമുരി അതാണ് അവൻ. ഉണ്ടമുരി ഒന്നും പറയലേടാ. വാ നോക്കാം. കണ്ടിട്ട് മിണ്ടാതെ പോകുന്ന കണ്ടവൻ. ഒറ്റടിയെ കൊടുത്തുള്ളൂ. കരഞ്ഞു പോയി. എന്താ വെച്ചു ഇത്? പോടാ. റിസൾട്ട് ആണോ? പേടിക്കണ്ട മച്ചു, ധൈര്യമായിട്ട് നോക്ക്. വേഗം നടക്ക്. വാ മച്ച, നമുക്ക് പോയി പറയാം. വാ. തലേ അടിച്ചു. തലേ ആരാടാ അത്? ഷോർട്ട് പുട്ട് രവി. എവിടെയാണ് അവൻ? ഗ്രൗണ്ടിലുണ്ട് കേട്ടോ. നമ്മുടെ പിള്ളേരെ കൈവച്ചവനാ. അവനെന്ന് ശരിയാക്കണം. അതേന്നേ, നമ്മുടെ അട്ടക്കത്തി ഇപ്പോ റൂട്ട് തലയാ. റൂട്ട് തല എന്തെന്നാൽ റൂട്ട് എന്നത് കോളേജിലൊരു ഗ്രൂപ്പാ. റൂട്ട് തലയുടെ പ്രധാന ജോലി 100 പേരുണ്ടെങ്കിലും അവരെ സുരക്ഷിതമായി കൊണ്ടുവരുന്നതാ. ആരറിഞ്ഞാലും നമ്മൾക്കെന്ത് ഭയമാ, നമ്മളിങ്ങനെ തന്നെ കടന്നു പോകും ഭദ്രമായി ദിനവും. ഞാൻ പ്രസിഡൻസി കോളേജിലെ ജനറൽ സെക്രട്ടറിയാ. ഞങ്ങളുടെ കോളേജിൽ മാത്രം ഒരു 12 റൂട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ റൂട്ടിന്റെ തലയാണ് നമ്മുടെ പ്രവീൺ. ദിവസേന 9 മണിക്ക് തുടങ്ങിയിടും ഒരു ഗാനം, മെല്ലെ ഒന്ന് തുടങ്ങിയിടുമ്പോൾ അടുത്ത് കൂടുമെല്ലാം. ഇത് പത്തരമാറ്റു ഗാനം. എടുക്കുന്നല്ലേ
ഓക്കെ മച്ചു. നമസ്കാരമുണ്ട്. ഞാനാണ് റൂട്ട് തല. റൂട്ട് തല എന്ന് വെച്ചാ സമ്മതിക്കണം, ഈ റൂട്ടിൽ വരുന്ന എല്ലാ പിള്ളേർക്കും ഞാനാണ് തല. രഘുവിന് ശേഷം റൂട്ട് തലയാവാൻ യോഗ്യതയുള്ളവർ 2 പേരാണ്. ഒരാൾ ജോൺ, ഇനി ഒരാൾ ദിനേശ്. അവന് ശേഷം റൂട്ട് തല ആര് എന്നൊരു ചോദ്യം വന്നപ്പോ എനിക്ക് ശേഷം ഇവനാണോ വരേണ്ടത് അതോ ഇവനോ? ഏയ്, എനിക്ക് വിട്ടുവരാൻ പറ്റില്ല. ഡേയ്, അതല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയ്. ഹേയ് മച്ചു, ഇവൻ എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെയാടാ. സോറിടാ, കണ്ടില്ല. എന്താടാ സോറി? മര്യാദക്കല്ല കൊന്നുകളയും ഞാൻ. ഇനി ഇവനാ ഈ റൂട്ടിന്റെ തല, റൂട്ട് തല. കൊടുക്കട മൂക്കിനുണ്ട്. എന്റെ തലേ, അതിനിടയ്ക്ക് ഇപ്പൊ നമ്മുടെ പിള്ളേരെ പിടിച്ച് തല്ലിയേക്കുന്നു. ഇവനൊക്കെ എന്താ ചെയ്യണേ? നമ്മളവിടെ സീരിയസ് ആയിട്ട് തല്ലുകൂടുമ്പോ ഇവൻ മാത്രം വെറുതെ നിന്ന് ഡാൻസ് ചെയ്യുന്നു. ഡിഷ്ക ഡിഷ്ക എന്ന് വെറുതെ കാണിക്കവൻ. എന്താ മച്ചാ, വെറുതെ TV കാണുന്ന പോലെ കാണിക്കവൻ. ഞാൻ വളരെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചു വെച്ച് എന്റെ നേരെ ഒരുത്തൻ വന്നു വെച്ചു. ഞാൻ അവനെ പിടിച്ച് കുനിച്ച് ചേർത്ത് ടിഷ്യൂന്ന് ഇടിച്ച് അവന്റെ പുറം പൊളിച്ചു. ഒരു കാര്യം പറഞ്ഞേക്കാം, അവന്മാരൊക്കെ വേറെ എവിടെ നിന്ന് വന്നവന്മാരാ. ഇനി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നങ്ങ് അറിഞ്ഞാ മണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ഹലോ ദിന, എന്തുണ്ട് വിശേഷം? ഈ കോളേജിൽ തന്നെ ജോയിൻ ചെയ്തേ. സുവോളജി ഫസ്റ്റ് ഇയർ. നിങ്ങളെ എന്നും കാണും. പേടിയാ എനിക്ക് സംസാരിക്കാൻ. ഏത് ഡിപ്പാർട്ട്മെന്റാ? ഏയ് ദിന, കൊള്ളാവല്ലോ. അല്ലടി, ബസ് വന്നടാ. അറിയാം. അത് കൊള്ളാം. അവളെനിക്ക് അറിയാവുന്ന പെണ്ണടാ. അറിയാവുന്ന വേണ്ട. അറിയാവുന്ന പെണ്ണെന്ന് പറഞ്ഞില്ലേ? നീ പോയിരിക്കും. ഓ